നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മീൻ കുത്തിയതിനെ തുടർന്നുണ്ടായ അണുബാധ കാരണം യുവാവിന് കൈപ്പത്തി നഷ്ടമായി. മാടപ്പീടികയിലെ രജീഷിന്റെ കൈയിൽ മീൻ കുത്തിയുണ്ടായ മുറിവിലെ അണുബാധയെ തുടർന്നാണ് വലതു കൈപ്പത്തി മുഴുവനായും മുറിച്ചു മാറ്റേണ്ടി വന്നത്. മുഷി വിഭാഗത്തിൽപ്പെട്ട പ്രാദേശികമായി കടു എന്ന് വിളിക്കുന്ന മീനാണ് കുത്തിയതെന്നാണ് രജീഷ് പറയുന്നത്. മീൻ കുത്തിയുണ്ടായ മുറിവിലൂടെ കോശങ്ങളെ കാർന്നു തിന്നുന്ന അപൂർവ ബാക്ടീരിയ ശരീരത്തിൽ എത്തിയതാണ് ക്ഷീരകർഷകനായ രജീഷിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റാൻ കാരണമായത്. വീടിനോട് ചേർന്ന് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് രജീഷ്. ഇതിലേക്ക് വെള്ളം നനയ്ക്കാനായി വയലോരത്ത് കുഴിച്ച ചെറിയ കുളം വൃത്തിയാക്കുന്നതിനിടെയാണ് 1 മാസം മുമ്പ് രജീഷിനെ മീൻ കുത്തുന്നത്. കടുവിന്റെ മുള്ളുപോലുള്ള ഭാഗം കൊണ്ടുള്ള കുത്തേറ്റ് വിരൽത്തുമ്പിൽ ചെറിയ മുറിവാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ കോടിയേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രതിരോധ കുത്തിവയ്പ് എടുത്തു. പക്ഷേ കയ്യിൽ ഭയങ്കര കടച്ചിലായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. കൈ മടങ്ങാതെ വന്നതോടെ മാഹിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി. അസ്വസ്ഥതകൾ മൂർച്ഛിച്ചതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള കടുത്ത അണുബാധ തന്നെയാണ് ബാധിച്ചിരിക്കുന്നതെന്നത് കോഴിക്കോട്ടെ ചികിത്സയ്ക്കിടെയാണ് വ്യക്തമായത്. മീൻ കൊത്തിയുണ്ടായ മുറിവിലൂടെ ബാക്ടീരിയ അകത്തു കയറിയതാകാം എന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം. അതിവേഗം കോശങ്ങളെ ഇല്ലാതാക്കുന്നതും ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കാണുന്നതുമായ ഗ്യാസ് ഗാൻഗ്രീൻ എന്ന ബാക്ടീരിയൽ അണുബാധയാണ് ബാധിച്ചിട്ടുള്ളത്. കോഴിക്കോട്ട് എത്തുമ്പോഴേക്ക് തന്നെ വിരലുകളിൽ നിന്ന് കൈപ്പത്തിയിലേക്ക് അണുബാധ പടർന്നു കയറിയിരുന്നു. ഒടുവിൽ കൈപ്പത്തി മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുമെന്നായിരുന്നു ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. മറ്റു വഴികളൊന്നും ഇല്ലാതായതോടെ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നു. കൈപ്പത്തി നഷ്ടമായതോടെ കർഷകനായ രജീഷിന് മുന്നിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് മുന്നോട്ടുള്ളത്. ഗ്യാസ് ഗാൻഗ്രീൻ അണുബാധയുണ്ടാകുന്ന ബാക്ടീരിയകൾ ചെളിവെള്ളത്തിൽ കാണും എന്നതിനാൽ മുൻകരുതൽ വേണമെന്നാണ് നിർദ്ദേശം. ടിഷ്യൂവിനുള്ളിൽ വാതകം ഉൽപ്പാദിപ്പിക്കുന്ന അപൂർവവും എന്നാൽ ഗുരുതരവുമായ ബാക്ടീരിയ അണുബാധയാണ് ഗ്യാസ് ഗാൻഗ്രീൻ. യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ മരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു മെഡിക്കൽ എമർജൻസി കൂടിയാണ് ഇത്. ക്ലോസ്ട്രീഡിയം മയോനോക്രോസിസ് എന്നും അറിയപ്പെടുന്ന ഗ്യാസ് ഗാൻഗ്രീൻ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. ഓക്സിജന്റെ അളവ് കുറവുള്ള അന്തരീക്ഷത്തിലാണ് ഈ ബാക്ടീരിയകൾ വളരുന്നത്. അവ മനുഷ്യകോശങ്ങളെ ബാധിക്കുമ്പോൾ അവ ടിഷ്യൂ മരണത്തിനും വാതക ഉൽപാദനത്തിനും കാരണമാകുന്ന വിഷവസ്തുക്കളെ പുറത്തുവിടും. പ്രമേഹം, പെരിഫറൽ ആർട്ടറി രോഗം, സമീപകാലത്ത് നടത്തിയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രോമാറ്റിക് പരിക്കുകൾ, ഇൻട്രാവൈനസ് മയക്കുമരുന്ന് ഉപയോഗം, വിട്ടുവീഴ്ചയില്ലാത്ത രോഗപ്രതിരോധ ശേഷി എന്നിവയുള്ളവർക്കെല്ലാം ഈ അണുബാധ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ചികിത്സിച്ചില്ലെങ്കിൽ ഗ്യാസ് ഗാൻഗ്രീൻ 48 മണിക്കൂറിനുള്ളിൽ മാരകമായ സങ്കീർണതകളിലേക്ക് നയിക്കുമെന്നതാണ് പ്രധാന ദോഷമായി കണക്കാക്കുന്നത്. രജീഷിന്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. ആദ്യം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല. സാധാരണ മീനെ പിടിക്കുന്നുണ്ട്, മീനിൻ്റെ ചെറിയ ചെറിയ കുത്തെല്ലാം കിട്ടലുണ്ട്. പക്ഷെ ഇങ്ങനെ സംഭവമാകുന്നത് ആദ്യമായിട്ടാണ്. ഇല്ല, കഴിഞ്ഞ കൊല്ലം നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു, അന്നേരം ഇങ്ങനെയൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബാക്ടീരിയയുടെ പേരെന്നെ അറിയപ്പെടുന്നത്. ചെറിയൊരു കടു കുത്തിയതാണ്. പച്ചക്കറി കൃഷിക്ക് വേണ്ടി നമ്മൾ സ്ഥലം എടുത്തിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊല്ലത്തിലെടുക്കുന്നതുകൊണ്ട് അതേപോലെ എടുത്ത്. അപ്പോൾ ഈ പ്രശ്നം വേനൽക്കാലമായതുകൊണ്ട് വെള്ളം പറ്റി തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ടെല്ലാം വൃത്തിയാക്കിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്യും. അപ്പോൾ അത് ചെറിയൊരു കുണ്ടുണ്ടായിരുന്നു. ആ കുണ്ടിൽ നമ്മൾ മീനല്ല വലിയ വേസ്റ്റും കാര്യങ്ങളും പുറത്തിട്ട് അന്നേരം കോരുന്നേരം മീനെ കിട്ടി, കഴിച്ചാലും കാര്യങ്ങളിലും. അങ്ങനെ അതിനെല്ലാം പിടിച്ച് അങ്ങനെ എടുക്കുമ്പോഴാണ് അത് ചെറിയൊരു കടു എന്ന് വെച്ചാൽ നമ്മളെ മുഷുവിൻ്റെ ചെറിയൊരു ടൈപ്പ് സാധനം കടു എന്ന് നമ്മൾ പറയുന്നത്. അത് കൈക്ക് കുത്തി. അന്നേരം ഒരു കടച്ചലും കുറച്ച് ബ്ലഡും പോയിന്. പിന്നെ പൈപ്പ് വെള്ളത്തെല്ലാം കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കിയ സമയത്ത് പിന്നെ കടച്ചലൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം പുലർച്ചയാകുമ്പോഴാണ് ശരിക്കും കടച്ചൽ തുടങ്ങി. ഫസ്റ്റ് ഒരു ഛർദി പോലെ വന്നു, നോക്കാനും ഛർദിയും കാര്യങ്ങളാക്കിയിട്ട് വന്ന്. പിന്നെ നോക്കുമ്പോൾ കൈ മടക്കിക്കൂടാ, കൈ നല്ലൊരു എന്താ പറയണ്ട മരം പോലെ ആയി വരുന്നു. അപ്പോൾ അത് മാത്രമല്ല എൻ്റെ കാറ്റിലും കൊള്ളുമ്പോൾ ഒരു കുളിര് പോലെ വന്നിട്ട് ഇതാകുക. അവർ പറയുന്നത് വെച്ചാൽ TT അടിക്കാൻ പോയി. അപ്പം പറഞ്ഞാൽ 48 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കടച്ചെല്ലാം മാറിക്കിട്ടും നിങ്ങൾക്ക്, അല്ലാണ്ട് നിങ്ങൾക്ക് മാറിക്കിട്ടില്ല. അത് സാധാരണ കടലിൽ പോയാലെല്ലാം മീൻ കടിക്കലുണ്ട്. ഓറിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർക്ക് ഇതേ അനുഭവം തന്നെയാണ്. പക്ഷേ ഓർക്ക് ഉപ്പുവെള്ളത്തിലായതുകൊണ്ട് 48 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം നിർവീര്യമായി പോകുമ്പോൾ നമുക്കിത് 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത് കൂടി വരികയല്ലാണ്ട് ഒന്നും ആകുന്നില്ല. ആർന്ന് TT ആൻറ്റിബയോട്ടിക്കൽ അടിച്ചു കോടിയേലത്തുനിന്ന്. അന്ന് രാത്രി ആകുമ്പോൾ കാണും പിന്നെയും വേദന കൂടിയിട്ട് നേരെ പഴൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച്. അവിടുന്ന് വേദന ഇഞ്ചക്ഷൻ അടിച്ചെന്ന് എൻ്റെ പറഞ്ഞ് വേദന കുറവുണ്ടാവും, നാളെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കോ,
ഇന്ന് ചികിത്സിക്കേണ്ട സൗകര്യം ഇവിടെ കുറവ്, രാത്രി ആയതുകൊണ്ട് കിടത്തി ചികിത്സിക്കാൻ സൗകര്യം കുറവ്. രാവിലെ വന്നിട്ട് നിങ്ങൾ അഡ്മിറ്റായിട്ട് ചെയ്തവർ. അങ്ങനെ പിറ്റേ ദിവസം നേരെ പോയിട്ട് മാഹിയിൽ അഡ്മിറ്റായിട്ട് മാഹിയിൽ നിന്ന് ഡോക്ടർ കൈ കണ്ടായിരുന്നു തന്നെ അവർ പറഞ്ഞു വെച്ചാൽ ഇതെന്തായാലും കീറണം. കാരണം വെച്ചാൽ കൈ വീങ്ങുന്നതനുസരിച്ചിട്ട് തീപ്പൊള്ളിയ പോലെ പൊക്കിളകൾ ആടിയിടാൻ പൊന്തേൻ തുടങ്ങി. പിന്നെ കൈ വീങ്ങുമ്പോൾ ഈ പൊക്കിള എല്ലാം ജോയിൻ്റ് ആയിട്ട് നമ്മൾ ബലൂണിലെല്ലാം വെള്ളം നിറച്ചാൽ ഒഴുകി കളിക്കൂലേ, അതേപോലെ ഇങ്ങനെ ഒഴുകി കളിക്കുക മൊത്തത്തിൽ. എന്നാലും ഇത് കണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇതെന്തായാലും കീറണം എന്ന് പറഞ്ഞു. അങ്ങനെ ആടുന്ന് ഫസ്റ്റായിട്ട് കീറി ഡ്രസ്സ് ചെയ്ത് വെച്ച് അഡ്മിറ്റാക്കി. എന്നാലും പറഞ്ഞ് രാത്രി വന്ന ഡ്യൂട്ടി ഡോക്ടറെ പറഞ്ഞ് ഇത് കുറച്ച് സീരിയസാണ്, നിങ്ങൾ നേരെ കോഴിക്കോട് പോട്. കാരണം വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചികിത്സിക്കുന്ന സൗകര്യങ്ങളുടെ കുറവാണ്, പരിമിതിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വേറെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ബേബിയിലേക്ക് പോയി. അവിടുന്ന് ഡോക്ടർ കണ്ടായിരുന്നു തന്നെ പറഞ്ഞ് 2 പേരിൽ എന്തായാലും പോയിന്. ആ കൈയെല്ലാം കരിനീല കളറായിന്, രക്തോട്ടം നിലച്ചിട്ട്. ആദ്യം വെച്ച് വേറൊന്ന് വിഷാംശം കയറിയതാണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്തൊക്കെ വിഷത്തിൻ്റെ ഇതൊന്നുമില്ല, ഇതൊരു ബാക്ടീരിയൻ്റെ പ്രശ്നമാണിത്. കൃഷിയും കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് സ്റ്റോപ്പായിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കുന്ന പോലെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കഴിച്ച് ദൂരം പോയെല്ലാം കൊണ്ടുപോയിട്ട് മേച്ചിട്ടും കാര്യങ്ങളിലാണ് പശുവിനെ കൊണ്ടുവരുന്നത്. അപ്പം വീട്ടുകാർക്ക് ഒരു പരിധിനപ്പുറം ഒന്നും പോകില്ല. പ്രായമായി, അച്ഛനെല്ലാം പ്രായമായി, ഉറക്കൊന്നും ഒരു പരിധിനപ്പുറം പശുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ദൂരം പോയി ആയാലും കൊണ്ടുപോയിട്ട് മേച്ചിട്ടെല്ലാം കൊണ്ടുവരും. വേറെ ഇല്ല, വലത് കൈ ആയതുകൊണ്ട് ഇനി അടുത്തെന്തെങ്കിലും നിന്നാ ചെയ്യാൻ പറ്റുമോ നോക്കണം ഇനി. കാരണം ഇത് ഉണങ്ങി കിട്ടും എന്തായാലും 2-3 മാസം കൃത്യമായിട്ട് പിടിക്കും. അത് ഉണങ്ങി കഴിഞ്ഞാലും ഒരു 4 മാസം എന്തായാലും ഇനിയും പിടിക്കും. അത് അടുത്തെന്തെങ്കിലും നോക്കേണ്ടി കഴിയുമ്പോൾ എന്താ നോക്കേണ്ടിക്കല്ല, അതിന് ഇറച്ചിയെല്ലാം വന്ന് സെറ്റായിട്ട് വരണ്ടിക്കല്ലോ 4 മാസം എന്തായാലും.